കോഴിക്കോട്ടെ വസ്ത്രവ്യാപാരശാലയ്ക്ക് തീപിടിച്ചതിൻ്റെ കാരണം കണ്ടെത്താനുള്ള ഫയർഫോഴ്സിൻ്റെ പരിശോധന ഇന്ന് നടക്കും. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചെങ്കിലും തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. അതേസമയം തീയണയ്ക്കൽ ദൗത്യം മണിക്കൂറുകൾ നീണ്ടുപോയ സാഹചര്യവും ചർച്ചയായി. കോഴിക്കോട് മേയർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത്. ഇത് അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. അനുമതിയോട് കൂടിയാണോ എന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഒറ്റ കാര്യം, അതായത് ഇവിടുന്ന് നേരെ മേളിലോട്ട് നോക്കിയാൽ ഇതൊരു ഷെയ്ഡാണ്. ആ ഷെയ്ഡ് പോലും അടച്ചു കെട്ടി അത് അവർക്ക് അനുമതി കൊടുത്തതല്ല. അത് ഇതൊരു ഷെയ്ഡാണ്, ഇതൊരു നടവഴിയാണ്, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു നടവഴിയാണ്, വരാന്തയാണ്. ആ വരാന്ത പോലും കെട്ടിയടച്ച് ഷീറ്റ് ഇട്ടിട്ട് അത് അവർ AC ആക്കി അവരുടെ ഗോഡൌൺ ആക്കി പ്രവർത്തിക്കുന്നു. ഇത് കോർപ്പറേഷൻ കണ്ടില്ലേ, അതോ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ആയതാണ്. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോട് കൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട്. കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണ്. സ്വാഭാവികമായും കോർപ്പറേഷന് വലിയ ഉത്തരവാദിത്തമുണ്ട്. എന്താണ് അടിയന്തരമായി കോർപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്? അടിയന്തരമായിട്ട് നന്നാക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ലല്ലോ ഈ കാര്യങ്ങളിൽ. ഇതിപ്പോൾ ഈ കോലത്തിലായി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കെട്ടിടമാണ്, നമുക്കത് ഇതേ രീതിയിൽ ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ തെളിവെടുപ്പും പഠനങ്ങളും ഒക്കെ നടന്ന ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഫയർ ഓഡിറ്റിംഗ് ചെയ്യണം തീർച്ചയായിട്ടും. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. ഇത് പ്രത്യക്ഷത്തിൽ ഇതുപോലൊക്കെ നടന്നിട്ടും കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരോ ആരും കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു സാധനം ഈ ഷെയ്ഡ് ഒക്കെ കെട്ടിമറിച്ച് ഇതുപോലെ പൂർണ്ണമായിട്ടും കെട്ടി അടച്ചിട്ട് കോർപ്പറേഷന്റെ ആൾക്കാർ ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് മീറ്റിംഗ് വിളിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിന്റെ കാര്യങ്ങൾ ചോദിച്ച ശേഷം എനിക്ക് പറയാൻ പറ്റും. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ട് എന്നുള്ള പ്രകടനമല്ലേ? കാരണം ഈ കെട്ടിടം കണ്ടാൽ അറിയാലോ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായി. അല്ല, അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കണം. തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെ പാഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഴ്ച പറ്റിയെന്ന് പറയുമെന്നല്ലാതെ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യങ്ങൾ എല്ലാവരോടും അന്വേഷിക്കാതെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കൗൺസിലല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി, നമ്മളൊരു മന്ത്രിസഭ പോലെ എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം അന്വേഷിച്ച ശേഷമേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട്. അല്ല, ഇത് നമ്മൾ കോഴിക്കോട് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ നീക്കി ഇങ്ങോട്ട് പോരുമ്പോഴേക്കും അത് വീണ്ടും ചെയ്യാൻ അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ വിപത്തിലേക്ക് നയിക്കും എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണിത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാ ഷോപ്പുകാരെയും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിലും ഇതുപോലെ ഈ ചർച്ച വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ചെറിയ ഷോപ്പുകളിൽ വെക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുന്നു എന്നുള്ള ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഉത്തരവാദിത്തം. ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ എല്ലാ കടകളിലും ഇതുപോലെ അനധികൃതമായി കെട്ടിയടച്ചിട്ടുള്ളത് ഒഴിവാക്കുമെന്ന് അന്ന് പറഞ്ഞതാണ്. മിഠായി തെരുവിൽ അതുപോലെ അന്ന് മുഴുവൻ സ്ഥലങ്ങളിലും പോയി പരിശോധന. പക്ഷേ ഇപ്പോഴവിടെ കയറി നോക്കിയാലും ചെറിയ സ്പേസ് പോലും അവർ കെട്ടിയടച്ച് അവരുടെ കച്ചവട സ്ഥാപനമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ തീരുമാനമെടുക്കും, പക്ഷെ പിന്നീടൊന്നും നടക്കാറില്ല. അതാണ് ഇവിടെ സംഭവം. നമുക്ക് നോക്കാം, അത്രേ എനിക്ക് പറയാൻ പറ്റും. ഇതിൽ നടപടി ഉണ്ടാവും. അതായത് ഈ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്നുള്ളത് പ്രകടമാണ്. ഇന്നലെ 5 മണിക്കൂർ ഞങ്ങളെല്ലാം നോക്കി നിന്നതാണ്. കാരണം ഫയർ സംവിധാനം മൊത്തം വന്നു, എയർപോർട്ട് അതോറിറ്റിയിൽ വന്നു. പക്ഷേ വെള്ളം ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, കാരണം കൺസീൽഡ് ആയിരുന്നു. എന്ന് മാത്രമല്ല മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല, അത്തരം അവസ്ഥയായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായി, നടപടി ഉണ്ടാവും. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടി ഉണ്ടാവുമല്ലോ, ഉണ്ടാവണമല്ലോ. ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അവരുടെ ജോലികൾ അവർ ചെയ്യണം എന്നുള്ളതാണല്ലോ അതിന്റെ വാസ്തവം. ഓരോരുത്തർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരവർ ചെയ്തിരിക്കണം. അതേ എനിക്ക് പറയാനുള്ളത്. അനഘ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, ഇതിപ്പോൾ ഉണ്ടാകുമല്ലോ, ഉണ്ടാകണമല്ലോ, ഉണ്ടായി കാണുമല്ലോ. അതായത് മേയർ നന്നായി ഉരുണ്ട് കളിക്കുന്നുണ്ട് അല്ലേ?
തീർച്ചയായും കൃഷ്ണരാജ്, ഈ പറഞ്ഞ അതായത് പ്രത്യക്ഷത്തിൽ ഈ കെട്ടിടം ഏച്ചുകൂട്ടിയതാണ് കോർപ്പറേഷന്റെ, അല്ലെങ്കിൽ ഒരു കെട്ടിട പരിപാലന ചട്ടവും പാലിക്കാതെ അനധികൃതമായി കെട്ടിയതാണ് എന്നൊരൊറ്റ നോട്ടത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതാണ്. അത് മേയർ അടക്കം എല്ലാവർക്കും കൃത്യമായി ബോധ്യമുള്ളതുമാണ്. പക്ഷെ അപ്പോൾ പോലും കൃത്യമായ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറയാൻ മേയർ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. പരിശോധിക്കാം, നടപടി ഉണ്ടാകും, ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് നോക്കാം എന്നത് മാത്രമാണ് മേയർ ഇപ്പോഴും ഈ നിമിഷവും പറയുന്നത് എന്നതാണ് കൃഷ്ണരാജ്. ഇന്നലെ നമ്മളടക്കം 5 മണിക്കൂറാണ് നഗരമധ്യത്തിലെ ഈ കെട്ടിടം ഒന്നാകെ നിന്ന് കത്തിയത്. മാത്രമല്ല ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നത് ഈ തകര ഷീറ്റിനുള്ളിലൂടെ അകത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഈ ഇത്രയധികം മണിക്കൂറുകൾ നീണ്ട് തീ കത്താനുള്ളൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അപ്പം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടിടത്തിൽ അനധികൃതമായി ഇത്തരത്തിലുള്ള ഏച്ചുകെട്ടലുകൾ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ നമുക്കറിയാം ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്, നഗരമധ്യത്തിലാണ്, നഗര ഹൃദയത്തിലാണ്. ഇവിടെ ഇത്തരത്തിലൊരു കെട്ടിടം അനധികൃതമായി ഈ രീതിയിൽ ഒരു കെട്ടിടത്തിൽ ഇത്തരത്തിലുള്ള ഏച്ചുകെട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റാരോ തന്നെ കണ്ടില്ല എന്ന് പറയുന്നതിൽ ഒരു വാസ്തവമില്ല. അതായത് കോർപ്പറേഷന്റെ കൃത്യമായ അനുമതി അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ചാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കൃഷ്ണരാജ്. മാത്രമല്ല ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ബ്ലൂ പ്രിന്റ്, കൃത്യമായി ഈ കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റ് കോർപ്പറേഷന്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ്. പക്ഷെ അതിൽ ആ ചോദ്യത്തിന് മേയർ കൃത്യമായ ഒരു ഉത്തരവും നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാൻ സാധിക്കും ഇന്നലെ കത്തിയ അമർന്ന ആ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കെട്ടിടത്തിന് താഴെ ഇതൊരു മെഡിക്കൽ ഷോപ്പാണ്, അതിന് മേലെയാണ് വസ്ത്ര വ്യാപാര ഗോഡൗൺ. ആ ഗോഡൗൺ ആണ് മുഴുവനായും കത്തി നശിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ ഗോഡൗണിൽ നടക്കാനുള്ള വഴി പോലും ഇത്തരത്തിൽ തകര ഷീറ്റ് ഉപയോഗിച്ച് കെട്ടി അടച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും 2006 മിഠായി തെരുവിൽ ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടായതാണ്. കോഴിക്കോട് ഒന്നാകെ ഞെട്ടിയൊരു സംഭവം ഉണ്ടായതാണ്. പല ജീവനക്കാർക്കും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സംഭവം അന്നുണ്ടായിരുന്നു. അന്നും പറഞ്ഞത് കൃത്യമായ അന്വേഷണം നടത്തും, ഇത്തരത്തിൽ അനധികൃതമായ കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശോധിക്കും എന്ന് മാത്രമാണ്. ആ പരിശോധന കൃത്യമായി നടന്നോ എന്നതിന്റെ ഉത്തരമാണ് വീണ്ടും 2025 ഇന്നലെയും ഈ സംഭവിച്ച ഈ നഗരമധ്യത്തിലെ ഈ കെട്ടിടം നിന്ന് കത്തിയത് 5 മണിക്കൂറാണ്. 1ഉം 2ഉമല്ല, 5 മണിക്കൂർ. നഗരത്തിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഈ പ്രദേശത്തേക്ക് ഇവിടേക്ക് എത്തി. മാത്രമല്ല കരിപ്പൂരിൽ നിന്നും ഉള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി. ഏറ്റവും ഒടുവിൽ എല്ലാം കഴിഞ്ഞ് 5.5 മണിക്കൂർ ഈ പ്രദേശം ഒന്നാകെ നിന്ന് കത്തി. നഗരം വലിയ ആശങ്കയിലൂടെയാണ് ഇന്നലെ ആ സമയമൊക്കെ തന്നെ കടന്നുപോയത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതര വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കെട്ടിട നിർമ്മാണ പരിപാലന ചട്ടത്തിൽ ഒന്നുപോലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടവും പാലിച്ചിട്ടില്ല എന്നതാണ്. കോർപ്പറേഷന്റെ മൂക്കിന്റെ തുമ്പിലുള്ള സ്ഥലമാണ്, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരമാണ്. കൃത്യമായി ഏതൊരു ഉദ്യോഗസ്ഥനും ഇവിടെ എത്തിയാൽ കൃത്യമായി അവരുടെ ശ്രദ്ധയിൽ പെടേണ്ടതാണ്. പക്ഷേ ഇത് മനഃപൂർവ്വം അത് ശ്രദ്ധിക്കാതെ പോയതാണ് എന്ന് കൃത്യമാണ്. ഒരു ബോട്ട് അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരിടത്ത് തീ പിടിക്കുമ്പോൾ ഒക്കെയും നമുക്ക് ബോധ്യമാകുന്നത് അവിടെ കാര്യമായ പരിശോധനകളില്ലാതെ അനുമതി കൊടുത്തെന്നോ അവർക്ക് ലൈസൻസ് ഇല്ലെന്നോ പ്രവർത്തനാനുമതി ഇല്ലെന്നോ ചട്ടങ്ങളൊന്നും പാലിക്കുന്നില്ലെന്നോ ഒക്കെയാണ്. അതായത് 100 ഒരെണ്ണത്തിൽ സംഭവിക്കുമ്പോൾ പോലും അങ്ങനെ ബോധ്യപ്പെടുന്നുവെങ്കിൽ ഇവിടെ നടക്കുന്നത് എന്താണ്? അതായത് പല സ്ഥാപനങ്ങൾക്കും അനുമതി ഉണ്ടാകണമെന്നില്ല, ചട്ടങ്ങൾ ലംഘിച്ചാകും പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ബോധ്യപ്പെടുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഇപ്പോൾ കോഴിക്കോട് സംഭവിച്ചത്? തീർച്ചയായും കൃഷ്ണരാജ്, ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടും ഈ പ്രദേശത്തെ കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടും മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ശൈലി വരെ മാറിയേനെ. കാരണം വലിയൊരു അപകടം, പലർക്കും ജീവൻ നഷ്ടമാകുന്ന വലിയൊരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഈ പ്രദേശത്തെ പകുതിയിലധികം കടകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. ആളുകളൊന്നും തന്നെ ഈ പ്രദേശത്തേക്ക് അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്
ഒരു പൊള്ളൽ പോലും ആർക്കും ഏറ്റിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്ത ഈ വലിയ തീപിടുത്തത്തിനിടയിലും നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കെട്ടിടം മാത്രമല്ല, നഗരത്തിലെ നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ ദൃശ്യമാകുന്നതാണ്, നഗരത്തിലെ പല കെട്ടിടങ്ങളിലും ഇത്തരത്തിൽ കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെ ഏച്ചുകെട്ടി, അതായത് ആ കെട്ടിടത്തിനോട് ഒരു ചട്ടവും പാലിക്കാതെ ഏച്ചുകെട്ടി പണിയുന്നൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് തന്നെ പല കെട്ടിടങ്ങളും നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകും. അത് കോർപ്പറേഷന്റെ അനുമതി കോർപ്പറേഷൻ നൽകിയിട്ടില്ല എന്ന് മേയർ പറയുമ്പോൾ പോലും കൃത്യമായി അവർക്ക് പരിശോധന നടത്തുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകേണ്ടതാണ്. അത് പരിശോധിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരൊക്കെ അനുമതി നൽകിയിട്ടില്ലെന്ന് മേയർ പറയുന്നു. അതായത് അത് പരിശോധിക്കപ്പെടുന്നില്ല എന്നുകൂടിയല്ല മനസ്സിലാക്കേണ്ടത്. അതായത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. അവർ അവരുടെ പണിയെടുക്കുന്നില്ല എന്ന് കൂടിയല്ലേ മേയർ പറയാതെ പറയുന്നത്? തീർച്ചയായും. അതായത് ഇത് ഇങ്ങനെ അനുമതിയില്ലാതെ ഇവർ ഇത്തരത്തിലൊരു ഏച്ചുകെട്ടലുകൾ അല്ലെങ്കിൽ കെട്ടിടത്തിനോട് ചേർന്ന് മറ്റ് നിർമ്മിതികൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായി അങ്ങനെ നിരവധി കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് കൃത്യമാണ്. പക്ഷെ അത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ അവരുടെ പണി എടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ അവർ കൃത്യമായി അവരുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ ഈ ബഹുനില കെട്ടിടം ഈ രീതിയിൽ ചാമ്പലാകും ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം അങ്ങനെ ഒരു ചട്ടവും പാലിക്കാതെ പണിതത് കൊണ്ട് മാത്രമാണ് ഒരു പ്രദേശം ഒന്നാകെ നിന്ന് കത്തിയത്. 5 മണിക്കൂറാണ് നമ്മുടെ വിവിധ ഇടങ്ങളിലുള്ള ഫയർഫോഴ്സ് എത്തി ഈ കെട്ടിടത്തിനകത്തേക്ക് വന്ന് വെള്ളം പമ്പ് ചെയ്യുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നമുക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഉയരുന്നൊരു പ്രധാന ആരോപണം തീ നിയന്ത്രണ വിധേയമാക്കിയതല്ല, തീ പിടിച്ചു, തീ കത്തി, എല്ലാം കത്തി നശിച്ചു, ഒടുവിൽ തീ അണഞ്ഞു. ഇതാണ് ഉയരുന്ന പ്രധാന മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് ഉയർന്ന ഒരു ആരോപണം. സത്യത്തിൽ അങ്ങനെയും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 5 മണിക്കൂറാണ് ഇന്നലെ ഈ പ്രദേശത്ത് തീ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇവിടെ ഉണ്ടായിരുന്ന തകര ഷീറ്റുകളും ഇരുമ്പ് കമ്പികളും, അതായത് ഈ കെട്ടിടത്തിനോട് ചേർന്ന് ഏച്ചു കെട്ടിയിരിക്കുന്ന മറ്റ് സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ പരിസരത്തേക്ക് വീണ് കിടക്കുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഉള്ളിൽ തീ പടരുന്നത് തടയാൻ കഴിയാതെ വന്നപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്ന് JCB ഈ ഭാഗത്തേക്ക് എത്തുകയും JCB ഉപയോഗിച്ചാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഗ്ലാസും ഈ ഇത്തരത്തിലുള്ള തകര ഷീറ്റും ഒക്കെ തന്നെ തകർത്ത് ഇതിനുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്തു. ആ ഘട്ടത്തിൽ മാത്രമാണ് തീ കൃത്യമായി അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ കെട്ടിടത്തിനുള്ളിലൊക്കെ തന്നെ AC ഉണ്ടാകും. ആ AC പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ തകര ഷീറ്റും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഈ രീതിയിൽ കെട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപകടം, ഈ ഒരു തീ അണയ്ക്കാൻ ഇത്രയധികം കാലതാമസം അല്ലെങ്കിൽ ഇത്രയധികം മണിക്കൂറുകൾ സമയം എടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ആർക്കാണ് വീഴ്ച സംഭവിച്ചത്, അത് കൃത്യമായി പരിശോധിച്ച് എടുക്കുമെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. ശരി, ഏതായാലും കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. കോർപ്പറേഷനിൽ നിന്ന് കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റ് ഫയർഫോഴ്സിന് കിട്ടിയില്ല. കെട്ടിടത്തിന് മുകളിലുണ്ടായിരുന്ന കടകൾ തകര ഷീറ്റ് കൊണ്ട് മറച്ച അവസ്ഥയിലാണ്. അതായത് അധികം നിർമ്മാണം നടത്തിയിരിക്കുന്നു. കെട്ടിടങ്ങൾ പലതും പ്രവർത്തിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ. ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. അതായത് നഗരത്തിൽ ആവശ്യത്തിന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇല്ല എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ആകെ അനാസ്ഥയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇന്നലത്തെ തീപിടുത്തം. മറ്റൊന്ന്, ഈ തീപിടിച്ച വസ്ത്ര ഗോഡൗണിൻ്റെ താഴെ പ്രവർത്തിക്കുന്നത് ഒരു മെഡിക്കൽ സ്റ്റോറാണ്. അത് കത്തിയിട്ടില്ലെങ്കിൽ പോലും ആ മരുന്ന് കൊണ്ട് ഇനി ഗുണമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം കൃത്യമായ അളവിൽ തണുപ്പോ ഒക്കെ കിട്ടേണ്ട മരുന്നുകൾ അവിടെ ഉണ്ടാകും. അത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ആകപ്പാട് അനാസ്ഥയാണ് നടന്നത് എന്നത് വ്യക്തമാകുന്നുണ്ട്. ഇന്നലെ നടന്ന തീപിടുത്തത്തിൻ്റെ ബാക്കി പത്രം അതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.